പ്രിയപ്പെട്ടവരോട് അല്ലാഹു തന്ന കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞത് കഅബയാണ്. കണ്ട ഇബാദത്തിന്റെ കൂലിയാണ്. 2 അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ഓത് സഹോദരാ, അത് നോക്ക് സഹോദരാ. അത് കാണുന്നത് ഇബാദത്താണ്. അതിലെ ഓരോ വാചകങ്ങളും ഓരോ അക്ഷരങ്ങൾക്കും നോക്കിയിരിക്കുന്നത് പോലും പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു കാണാൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ടാണ് പലരുടെയും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി എന്താ? ഉസ്താദേ, കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്നു എന്ന് പറയുന്നവര്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നോക്ക്. നോക്ക്, ഒരിക്കലും നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ആ ഖുർആൻ ഓത്. അതിനകത്തുള്ള അല്ലാഹുവിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ, നരകത്തെ കുറിച്ച് പറയുന്നത്, ഖബറിനെ കുറിച്ച് പറയുന്നത്, പരലോകത്തെ കുറിച്ച് പറയുന്നത്, മഹ്ശറയെ കുറിച്ച് പറയുന്നത്, മരണത്തെ കുറിച്ച് പറയുന്നത്. ഈ ആയത്തുകൾ ഓതുമ്പോ നിങ്ങളുടെ കണ്ണ് നിറയണേ, നിങ്ങൾ കരയണേ. റസൂലുള്ളാഹി തങ്ങളല്ലേ സ്വഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ ഖുർആൻ ഓതുമ്പോ കരയണേ സഹാബാ. ഏത് സൂറത്തെന്നറിയുമോ? സൂറത്തു തകാസുർ എന്ന് പറയുന്ന സൂറത്ത്, അൽഹാകുമുത് തകാസുർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഓതാൻ പറഞ്ഞത്. അത് ഓതുമ്പോ കരയണം, അത് ഓതുമ്പോ കരയണം. കരയുന്നവന് സ്വർഗമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽഹാകുമുത് തകാസുർ, ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം. കരയുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതിയിട്ട് നീ കരയ്, ഖുർആനിലേക്ക് നീ നോക്ക്, നിനക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ട്. ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. ആ ഖുർആൻ ഓതുന്ന സമയത്ത് നീ കരഞ്ഞാൽ എത്ര ആയത്തുകളെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ അർത്ഥം ആലിമാവണമെന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവർക്കും അറിയാം. അതിന് വലിയ പണ്ഡിതനാവണമെന്നൊന്നുമില്ല. ചില ആയത്തുകളുടെ അർത്ഥം എല്ലാവർക്കും അറിയാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹു പറയാ. എത്രയോ ഭയാനകമായ ആയത്തുകൾ ഓതുന്ന സഹോദരങ്ങളെ, ആ ആയത്തുകൾ ഓതുന്ന സമയത്ത് റബ്ബേ ഒന്ന് കരയാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നവരാ. ഇമാം മാലിക് തങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാം മാലിക് തങ്ങളുടെ അനുയായികളൊക്കെ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ അടിമ കള്ളനാ. നല്ലൊരു ആലിം, നല്ലൊരു മനുഷ്യനാ. ഇമാം മാലിക് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് തൻ്റെ അനുയായികൾ പറഞ്ഞു, നിങ്ങളുടെ അടിമ കള്ളനാ. അപ്പൊ പറഞ്ഞു, ഒരിക്കലും എൻ്റെ അടിമ കള്ളനല്ല, അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനാ. ഇല്ല, കള്ളനാ. എന്ത് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം രാത്രി പള്ളിക്കാട്ടി പോയിട്ട് ഖബറാളികളുടെ കഫൻ തുണി മോട്ടിക്കുന്നു എന്ന് തോന്നുന്നു തങ്ങളെ. കാരണം യജമാനന്റെ അടുക്കല് അടിമയെ കുറിച്ച് വന്ന് പരാതി പറയുന്ന കള്ളന. കാരണം ഇദ്ദേഹം ആരെയെങ്കിലും എല്ലാ ദിവസവും പോകൂല. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് കബറടക്കുന്ന ദിവസം രാത്രി പള്ളിപ്പറമ്പിൽ പോകും. എന്തിനാ പോകുന്നേ? കഫൻ തുണി മോട്ടിക്കാൻ. അങ്ങനെ ഇമാം മാലിക് തങ്ങൾ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ തങ്ങൾക്ക് വലിയ സംശയം. അല്ല, വലിയ വിഷമായി. പടച്ചവൻ എൻ്റെ അടിമ കള്ളനൊന്നുമല്ല, നല്ല മനുഷ്യനല്ലേ, എന്തേ ഇവരിങ്ങനെ പറയണേ? ഇമാം മാലിക് തങ്ങൾ പടച്ചവൻ അങ്ങനെ വിചാരിച്ചു, ഒന്ന് നോക്കാം, എല്ലാവരും പറയണതല്ലേ, ഒന്ന് നോക്കാം, എന്തിനാ ഇവൻ കബറിൽ പോകുന്ന അറിയണമല്ലോ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഒരേ നാളുകൾക്ക് ശേഷം തന്റെ നാട്ടിലൊരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കി. അന്ന് രാത്രി ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഇരിക്ക, അടിമ എഴുന്നേറ്റ് പോകുമെന്നറിയാൻ. എന്തിനാണ് പള്ളിപ്പറമ്പിലേക്ക് പോകുന്നതെന്നറിയാൻ ഉറങ്ങുന്നത് പോലെ നടിക്കുകയാ തങ്ങള്. ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചു. അടിമ നോക്കുമ്പോ യജമാനൻ ഉറങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഉറങ്ങി എന്ന് മനസ്സിലായി കഴിയുമ്പോ അടിമ എഴുന്നേറ്റ് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. ഇമാം മാലിക് തങ്ങൾ പുറകെ നടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ പോയിട്ട് ഒരു ചങ്ങലയെടുത്തു.
ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്ത് പോവുകയാണ്. അന്ന് കബറടക്കിയ പുതിയ മയ്യത്ത് കൊണ്ട് കബറടക്കിയ കബറിന്റെ ചാരത്തെ കടിമ നടന്നു പോവുകയാണ്. ഇമാം മാലിക് തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അല്ലാഹുവേ, നാട്ടുകാര് പറയുന്നത് ശരിയാണോ തമ്പുരാന്? എന്തിനാണ് കബറിന്റെ ചാരത്ത് പോകുന്നത്? കള്ളനാണോ അല്ലാ? കഫം തുണി മോട്ടിക്കാൻ പോകുകയാണോ അല്ലാ? ഇമാം മാലിക് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ അടിമയായ മനുഷ്യൻ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് മുട്ടുകുത്തിയിരിക്കുകയാ. കബറിന്റെ ചാരത്ത് ചെന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ചങ്ങലകൾ കെട്ടുകയാണ്. ആ എടുത്ത് കൊണ്ടുപോയ ചങ്ങല കൊണ്ട് തന്റെ കയ്യങ്ങ് കെട്ടുകയാ. എന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. ഇമാം മാലിക് തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പാതിരാത്രി ആ പുതിയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ആ മനുഷ്യരെ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എന്നെ പോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഇതിനകത്തിറക്കി വച്ചിരിക്കുന്നത്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ മോഹങ്ങളും സ്വപ്നങ്ങളുമായി നടന്ന ഒരു മനുഷ്യനെയാണ് ഈ കുഴിക്കകത്ത് കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്. ഇതിനകത്ത് വിചാരണ തുടങ്ങിയിട്ടുണ്ടാകും. പടച്ചവര്, മലക്കുകൾ ഈ മനുഷ്യനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ വീടിന്റെ അകത്ത് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കിടന്നവൻ ഇന്നൊറ്റയ്ക്ക് 6 അടി മണ്ണിന്റെ അകത്താണല്ലോ. അല്ലാ, പടച്ചവരെ, ഒരു ദിവസം എന്നെയും ഇതുപോലെ കൊണ്ടുവന്ന് കിടത്തുമല്ലോ. എന്നെ ഒരു ദിവസം ഇതുപോലെ 6 അടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവന്ന് എന്റെ കുടുംബക്കാരടച്ചിടുവല്ലോ. അല്ലാ, എന്റെ കയ്യിലെ സൽക്കർമ്മങ്ങളില്ലല്ലോ. അല്ലാ, ഒരുപാട് ഇബാദത്തുകളില്ല, ഒരുപാട് ഖുർആൻ ഓതിയതില്ല, ഒരുപാട് സദഖ ചെയ്തതില്ല. ഞാൻ എങ്ങനെ രക്ഷപ്പെടും തമ്പുരാന്? ഈ ഖബറിന്റെ അകത്ത് എന്നെ കൊണ്ടുവെക്കുമ്പോ എങ്ങനെയാണ് പടച്ചവരെ ഞാൻ രക്ഷപ്പെടുന്നത്? എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അല്ലാ, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണം തമ്പുരാന്. അതിനുള്ള ഏക വഴി എന്തെന്നറിയോ? ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് കരഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ അദാബിനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ ആ കരയുന്ന കണ്ണ് നരകം തൊടില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാ, അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ, നിന്നെ ഭയന്നിട്ട് കരഞ്ഞ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാ, പാതിരാത്രി അന്ന് കബറടക്കിയ കബറിന്റെ ചാരത്ത് ചെന്ന് 2 കൈയിലും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് മുട്ടുകുത്തി കബറിന്റെ ചാരത്തിരുന്നിട്ട് ഒരായത്തോതുകയാ. ഇമാം മാലിക് തങ്ങൾ നോക്കുമ്പോ ഈ അടിമ കബറിന്റെ ചാരത്തിരുന്ന് ഖുർആനിലെ ഒരായത്തോതിയിട്ട് നിലവിളിക്കുകയാ. അല്ലാഹുവേ, ഏതായത്താ ഓതുന്നതെന്നറിയുവോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിൽ ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതി വഅദാബൻ അലീമാ. നാളെ നരകത്തിലേക്ക് നരകവാസികളെ കൊണ്ടുവരുമല്ലോ. ഈ ആയത്തോതിയിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്ന് നിലവിളിക്കുകയാണ്. മഹാനായ മാലിക് തങ്ങളുണ്ടല്ലോ, എഴുന്നേറ്റ് ഓടുകയാ. സുബ്ഹാനല്ലാഹ്, നിന്നെയാണല്ലോ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്, നിന്നെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. നീ അല്ലാഹുവിനെ ഇത്ര ഭയക്കുന്ന മനുഷ്യനാണോ? ഈ മാലിക്കിന് തോന്നിയില്ലല്ലോ, ഈ മാലിക്കിന് ഇന്ന് വരെ ഇങ്ങനെ ചെയ്യാ തോന്നിയില്ലല്ലോ. നീ അല്ലാഹുവിനെ ഇത്രയും വലിയ പേടിക്കുന്ന മനുഷ്യനാണോ?
നീ അല്ലാഹുവേ ഇത്രയും പേടിക്കുന്ന മനുഷ്യനാണോ? ഇനി ഞാൻ നിന്റെ അടിമയാ, നിന്നെ ഞാൻ ഇന്ന് സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്, ഞാനാണ് നിനക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, രണ്ടുപേരും ഖബറിന്റെ രണ്ട് ഭാഗത്തിരുന്നു. രണ്ടുപേരും ഖബറിന്റെ രണ്ട് ഭാഗത്തിരുന്നു. ഇന്നലദൈനാ അൻകാലം വജഹീമാ. രണ്ടുപേര് ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടോതുകയാ. വെളുപ്പാങ്കാലം വരെ രണ്ടുപേരും ഈ ആയത്തോതിയിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവേ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ മാലിക് തങ്ങൾ എഴുന്നേറ്റിട്ട് തന്റെ തൊട്ടു മുന്നിലിരുന്ന് കരയുന്ന മനുഷ്യനുണ്ടല്ലോ, തന്റെ വീട്ടിലെ ജോലിക്കാരനുണ്ടല്ലോ, ആ മനുഷ്യനെ ചെന്ന് സുബഹി നമസ്കരിക്കാൻ വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആയത്തോതി നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി മുസ്ലിമേ. എന്റെ പ്രിയമുള്ളവരെ, അവര് കിടക്കുന്ന സ്വർഗമാണ്, അവര് കിടക്കുന്ന സ്വർഗമാ. ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുന്നത്, ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആയത്ത് പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്തോ ഏതെങ്കിലും ഒരു ആയത്തോ ഓതുന്ന സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇത് മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്തല്ലേ? ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഉസ്താദന്മാര് ദുആ നിസ്കാരത്തിൽ ഓതുമല്ലോ, കല്ലാ ഇദാ ബലഗത്തി തറാകിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റൂഹ് പിടിക്കുന്ന രംഗമാ അല്ലാഹ് പറയുന്നത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മൾ കരയാറുണ്ടോ? വെള്ളിയാഴ്ച രണ്ടാമത്തെ റക്അത്തിൽ ഓതുമല്ലോ, അല്ലാഹ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിരിൻ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നാളെ പരലോകത്തെ വിചാരണയെ കുറിച്ച് പറയുന്ന ആയത്തല്ലേ? ആരാ കരയുക? ആരുടെ കണ്ണാ നിറയുക? ഇത് മരണത്തെ കുറിച്ച് പറയുന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് കണ്ണ് തന്നത് എന്തിനെന്നറിയുമോ? അത് ഖുർആൻ നോക്കാനാ, അത് ഖുർആൻ ഓതാനാ, അത് ഖുർആൻ ഓതിക്കരയാനാ. അതിന് കൂലിയുണ്ട്, അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്, അതിന് സ്വർഗം പ്രതിഫലമായി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവരുണ്ടെങ്കിലും നോക്കുകയെങ്കിലും ചെയ്യ്. ഒരു ദിവസമെങ്കിലും ഇന്ന് അള്ളാഹിൻ്റെ ഖുർആൻ, ഇന്നത്തെ ദിവസം പരിശുദ്ധമായ ഖുർആൻ നോക്കിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഓതിയവർ വേണ്ട, നോക്കിയവര് വേണ്ട. അള്ളാഹു, ഞാൻ വെറുതെ നാണം കിടന്ന് എന്തിനാ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ കണ്ണുകൊണ്ട് ഹറാമ് കാണല്ലേ.
അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണാത്തവന് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുകൊണ്ട് വൃത്തികേടുകൾ കാണുമ്പോൾ, ഹറാമ് കാണുമ്പോൾ, ആണുങ്ങൾ അന്യപുരുഷന്മാരുടെ ശരീരം കാണുമ്പോൾ അള്ളാഹു നാളെ തരുന്ന ശിക്ഷ എന്താണ്? നിന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, കാണാൻ പറഞ്ഞത് കാണണേ. പരിശുദ്ധമായ ഖുർആൻ ഈ കണ്ണുകൊണ്ട് കാണാൻ പറഞ്ഞതാണല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, സ്വഹാബാ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് തന്നെ ഇബാദത്താ. ഈ കണ്ണുകൊണ്ട് നോക്കാൻ പറഞ്ഞത് തങ്ങൾ പറഞ്ഞല്ലോ, 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്താണ്, ഇബാദത്തിന്റെ കൂലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കണ്ണുകൊണ്ട് കാണേണ്ട 5 കാര്യങ്ങൾ എന്താ? പഠിക്ക സഹോദരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീയൊന്ന് കാണണേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീയൊന്ന് കാണണേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 1ാമത്തെ കാഴ്ച ഏതെന്നറിയുമോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമാ. അല്ലാഹുവിന്റെ കഅബാലയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒന്ന് പോയി കാണണേ. ഫോട്ടോയിൽ കണ്ടിട്ടല്ല. അല്ലാഹുവിന്റെ കഅബാലയം മക്കത്ത് ചെന്നിട്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ പോയി നിന്നിട്ട് പരിശുദ്ധമായ കഅബാലയം നിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണൂ. ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാ. പക്ഷേ നമ്മളിൽ പലരുമുണ്ട്, പടച്ചവനെ, സിംഗപ്പൂര് പോകും, ബാംഗ്ലൂർ പോകും, മൈസൂർ പോകും, ഊട്ടിയിൽ പോകും, കൊടൈക്കനാലിൽ പോകും, എല്ലാ സ്ഥലങ്ങളും പോയി കാണുന്നവരുണ്ട്. പക്ഷേ ഇന്ന് വരെ മക്കത്ത് പോയിട്ടുണ്ടോ? മദീനത്ത് പോയിട്ടുണ്ടോ? പരിശുദ്ധ കഅബാലയം കണ്ടിട്ടുണ്ടോ? ഹജറുൽ അസ്വദ് കണ്ടിട്ടുണ്ടോ? പോകണം സഹോദരാ. സമ്പത്താർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, നാളെ കഅബാലയം സ്വർഗ്ഗത്തിലാണ്, കഅബാലയം സ്വർഗ്ഗത്തിലാണ്. നാളെ കഅബയോട് അല്ലാഹു ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ? അല്ലാഹുവേ, എന്നെ ആരെല്ലാം വന്ന് കണ്ടോ അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. 50,000 60,000 മുടക്കിയിട്ട് മക്കത്ത് ചെന്നിട്ട് കഅബ കാണുന്നവന് അത് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് ഹലാലായ സമ്പാദ്യവുമായി നീ മക്കത്ത് ചെന്ന് ഉംറയും ഹജ്ജും ചെയ്താ അല്ലാഹുവിന്റെ കഅബാലയം നാളെ നിന്റെ കയ്യിൽ പിടിക്കുകയാ. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിലൊന്ന് ചുംബിച്ചാൽ ആ കല്ല് നാളെ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവുകയാ. അല്ലാഹു അതിനോടും ചോദിക്കും, നിനക്ക് എന്തേ വേണ്ടത്? എന്നെ ആരെല്ലാം ചുംബിച്ചോ അല്ലാ അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനത്ത് പോകണ്ട്, മസ്ജിദ് നബവി കാണുന്നുണ്ട്, മുത്തുനബിയുടെ റൗള കാണുന്നുണ്ട്, മുത്തുനബിയുടെ റൗള കാണുന്നുണ്ട്. എന്തിനാ ഉസ്താദേ പൈസ മുടക്കിയിട്ട് മദീനത്ത് പോയിട്ട് മുത്തുനബിയുടെ മസ്ജിദ് കാണുന്നത്, മുത്തുനബിയുടെ റൗള കാണുന്നത്? എടാ ചെറുപ്പക്കാരാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ മദീനത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, മുത്തുനബിയുടെ റൗള കണ്ടാൽ അജ്മീറിൽ പോയവര്, നാഗൂര് പോയവര്, ഏർവാടിയിൽ പോയവര്, മുത്തുപേട്ടയിൽ പോയവര്, എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ഖബറുകളും നിങ്ങൾ സിയാറത്ത് ചെയ്തല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കണ്ടിട്ടുണ്ടോ? മുത്തുനബിയുടെ കൊട്ടാരം കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള കണ്ടാൽ മുത്തുനബിയുടെ ഖബർ സിയാറത്ത് ചെയ്ത റസൂലുള്ളാഹി പറയുകയാ, വജബത്തു ലഹു ശഫാഅതി,
ആരെങ്കിലും എന്നെ കാണാൻ വന്നാ എന്റെ റൗള സിയാറത്ത് ചെയ്താ ഞാൻ കൊണ്ടുപോകും സഹാബ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ആരെങ്കിലും എന്നെ വന്ന് കണ്ടാൽ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്താ ഞാൻ കൊണ്ടുപോകും സഹാബ. മുത്തുനബിയാണ് പറഞ്ഞത്, ഞാൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്താ. മുത്തുനബിയുടെ ശഫാഅത്ത് കിട്ടും ചെറുപ്പക്കാരാ. മോഹമുണ്ടാകണം മുസ്ലിമേ. സമ്പാദിച്ച് കോടികൾ വെച്ചിട്ട് കാര്യമില്ല. ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. ഒരു സ്വർഗം ഈ ഇരിക്കുന്ന മജ്ലിസാണ്. ഇനി രണ്ടാമത്തെ സ്വർഗമങ്ങ് മുത്തുനബിയുടെ റൗളയുടെ ചാരത്താ, ആ ഖബറിന്റെ ചാരത്താ. അവിടെ പോയിരുന്നെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവേ ഭൂമിയിലെ സ്വർഗമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന സ്ഥലമാ. അതുകൊണ്ടാ പറഞ്ഞത് മക്കത്ത് പോകണം, മദീനത്ത് പോകണം. ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമതാണ്. അതിനുവേണ്ടി ജീവിച്ചവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മദീനയെ സ്നേഹിക്കണം. റസൂലുള്ളാഹി പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ മദീനയെ സ്നേഹിച്ചാൽ, എന്റെ നാടിനെ സ്നേഹിച്ചാ, എന്റെ നാട്ടിൽ വന്നു മരണപ്പെട്ടാൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദീനയെ സ്നേഹിക്കണം, മദീനയിൽ വന്ന് മരണപ്പെടണം. അല്ലാഹുവേ ഒരാറടി മണ്ണ് തരണേ അല്ലാ. ജന്നത്തിൽ ബഖീൽ ഉസ്മാൻ തങ്ങൾ കിടക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി കിടക്കുന്ന, അവിടുത്തെ മക്കളും അവിടുത്തെ ഭാര്യമാരും കിടക്കുന്ന, ഒരുപാട് സ്വഹാബികൾ കിടന്നുറങ്ങുന്ന ആ ജന്നത്തിൽ ബഖീൽ ഒരു 6 അടി മണ്ണ് തരണേ അല്ലാ. കൊതിക്കണം ചെറുപ്പക്കാരാ, ദുആ ചെയ്യണം ഉപ്പാ. പലരുടെയും ഏറ്റവും വലിയ മോഹമതാ, മദീനയെ സ്നേഹിച്ചാ പോലും നാളെ മുത്തുനബി നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ ഒരു ചരിത്രം പറയട്ടെ. മദീനയിൽ പോകാൻ കൊതിയില്ലാത്തവര്, ഉംറയ്ക്ക് പോകാൻ താല്പര്യമില്ലാത്തവര്, റൗള സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കാത്തവര്, പടച്ചവരെ, അതാ ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ സ്വപ്നത്തിലേക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാ, നാളെ ഒരു മനുഷ്യന് ബഗ്ദാദിൽ നിന്ന് ഇവിടേക്ക് വരും. ബഗ്ദാദിൽ നിന്നൊരു പ്രായമുള്ള മനുഷ്യൻ എന്റെ മദീനയിലേക്ക് വരുന്നുണ്ട്. ആ മനുഷ്യനെ ഈ നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കാൻ പാടില്ല. പടച്ചവനെ, ഭരണാധികാരി സ്വപ്നം കാണുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി, തന്റെ പട്ടാളത്തിനെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ഭരണാധികാരി പറഞ്ഞു, നാളെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും അതിർത്തിയിൽ പോയി നിൽക്ക്. ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ആ മനുഷ്യന്റെ അടയാളങ്ങൾ, ആ മനുഷ്യനെ ഈ മണ്ണിൽ കാലുകുത്താൻ പോലും അനുവദിക്കരുത്. ഭരണാധികാരിയുടെ ഓർഡറാണ്. പട്ടാളക്കാർ മുഴുവനും പോയി നിൽക്കുകയാണ്. അല്ലാഹുവേ, ഭരണാധികാരി അടയാളം പറഞ്ഞു കൊടുത്തു. എന്താണ് അടയാളം എന്നറിയുമോ? ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ചുമലിൽ ഒരു ചുമടുണ്ടാകും. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാ ആ മനുഷ്യന് പിടഞ്ഞ് താഴെ വീഴും. അതാണ് ആ മനുഷ്യന്റെ അടയാളം. ഭരണാധികാരി പറഞ്ഞു കൊടുക്കുമ്പോ എല്ലാവരും പോയി കാത്തു നിൽക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കാത്തു നിന്നു. വന്നവരെ എല്ലാവരെയും ടെസ്റ്റ് ചെയ്ത് നോക്കി. അവസാനം മഗ്രിബിന്റെ സമയത്തോടടുക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ വേച്ച് നടന്നു വരികയാ. ഒരു ചുമടും വെച്ചുകൊണ്ട്, ഒരു കെട്ടും വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. യജമാനൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങളൊക്കെ കറക്റ്റാണ്. ആ മനുഷ്യനടുത്ത് വന്നപ്പോ പട്ടാളക്കാര് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടപ്പോ അറിയാതെ സ്വലാത്ത് പറഞ്ഞു പോയി. മുട്ടുകുത്തി താഴേക്ക് വീണു. പടച്ചവനെ, ഭരണാധികാരി പറഞ്ഞ മനുഷ്യനിതാണ്. പട്ടാളക്കാര് പറഞ്ഞു, നിങ്ങളെ ഇതിലേക്ക് കടക്കാൻ അനുവദിക്കില്ല, അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ്.
അവിടുന്ന് തിരിച്ചു വിടുകയാണ്. ഈ മനുഷ്യൻ ബാഗ്ദാദിൽ നിന്ന് നടന്നാണ് വരുന്നത്. ഓരോ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോഴും പടച്ചവരെ മുത്തുനബി വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കും, ആ മനുഷ്യനെ തിരിച്ചു വിടുകയാണ്. 32 പ്രാവശ്യം അങ്ങനെ തിരിച്ചു വിട്ടു. 32 പ്രാവശ്യം അവിടുന്ന് മദീനയിലേക്ക് കടക്കാതെ തിരിച്ചു പറഞ്ഞു വിട്ടു. അവസാനം ചരിത്രം പറയുകയാണ്, ആ മനുഷ്യന് മനസ്സിലായി ഇനി ഒരു രക്ഷയുമില്ല, എങ്ങനെയെങ്കിലും മുത്തുനബിയുടെ നാട്ടിൽ പോകണം. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിൽ പോയി സലാം പറയണം, ആ റൗളയുടെ മുറ്റത്ത് കിടന്ന് മരിക്കണം. 32 പ്രാവശ്യം വന്നു തിരിച്ചു വിട്ടു. അവസാനം താൻ സമ്പാദിച്ചത് മുഴുവനും ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മുത്തുനബിയുടെ നാട്ടിലെത്തിക്കണം. തന്റെ സമ്പാദ്യം മുഴുവനും കൊടുത്തു. അവസാനം ഒരു മനുഷ്യന് വിറക് കെട്ടിന്റെ അകത്ത് വെച്ച് കെട്ടുകയാണ്. വിറക് കൂട്ടിയിട്ട് ആ വിറകിന്റെ അകത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും വിറക് വെച്ച് കെട്ടിയിട്ട് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് വരികയാ. അല്ലാഹുവേ, അന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യന്, തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന മനുഷ്യൻ പറഞ്ഞു, മദീന അടുക്കാറായി. സുബ്ഹാനല്ലാഹ്. പട്ടാളക്കാര് നോക്കുമ്പോ വിറക് കെട്ടിന്റെ അകത്ത് നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാ. ഏത് വെള്ളത്തുള്ളി എന്നറിയോ? അല്ലാഹുവേ, മുത്തുനബിയുടെ മദീന അടുക്കാറായെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ പുണ്യമായ മദീനയുണ്ടല്ലോ, ആ മദീന അടുക്കാറായെന്ന് ചുമന്നുകൊണ്ട് വരുന്ന മനുഷ്യൻ പറയുമ്പോ സന്തോഷം കൊണ്ട് കരയുകയാ, സന്തോഷം കൊണ്ട് കരയുകയാ. വിറക് കെട്ടിന്റെ അകത്ത് നിന്ന് കണ്ണുനീരിങ്ങനെ വീഴുകയാണ്. 33ാമത്തെ പ്രാവശ്യവും പട്ടാളക്കാര് പിടിക്കുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യന് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇനി എനിക്ക് തിരിച്ചു പോക്കില്ല. ഒന്നുകിൽ പടച്ചവനെ ഞാൻ ഇവിടെ കിടന്നു മരിക്കും, എനിക്ക് മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ കിടന്നു മരിക്കാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ്. എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു മരിക്കുമെന്ന് പറഞ്ഞ് അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആ മനുഷ്യനെ പട്ടാളക്കാര് തടഞ്ഞിട്ടിരിക്കുന്ന സ്ഥലത്ത് കിടക്കുകയാണ്. ആ രംഗം കണ്ടിട്ട് പട്ടാളക്കാർക്ക് പോലും സങ്കടം തോന്നുകയാ. അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പട്ടാളക്കാര് ചെന്നിട്ട് ചോദിക്കുകയാ, മനുഷ്യൻ ചെയ്ത തെറ്റെന്താ? ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവിടെ നീ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു വിടുന്നത്? ആ സമയത്താണ് പട്ടാളക്കാരോട് ആ ഇസ്ലാമിന്റെ ഭരണാധികാരി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, മുത്തുനബിയാണ് എന്നോട് പറഞ്ഞത് ആ മനുഷ്യനെ കടത്തിവിടരുതെന്ന്. അതിന്റെ കാരണം എന്തെന്നറിയോ? ഓരോ പ്രാവശ്യം ആട്ടിയോടിക്കുമ്പോഴും മദീനയെ സ്നേഹിച്ചു കൊണ്ടുവന്ന മനുഷ്യരാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്, മദീനയെ വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബിയുടെ റൗളയുടെ മുന്നിൽ കിടന്നു മരിക്കണമെന്ന് കൊതിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനാ. ആ സ്നേഹവും നടന്നതാ മുസ്ലിമേ, ആ സ്നേഹവും നടന്നതാ മുസ്ലിമേ. ആ മനുഷ്യനെങ്ങാണം റൗള ശരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞ ആ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പേരില് ആ മനുഷ്യനെങ്ങാണം റൗള ശരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് എന്നോട് സലാം പറഞ്ഞാല്, ആ മനുഷ്യനെങ്ങാണം എന്നെ വിളിച്ചാ ഞാൻ എഴുന്നേറ്റ് പോകും സഹാബാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ റൗളയുടെ മുന്നിൽ വന്നിട്ട് പ്രവാചകനെ എങ്ങാണമെന്ന് വിളിച്ചാ അവിടുന്ന് സലാം പറഞ്ഞ മുത്തുനബിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ എഴുന്നേറ്റ് വന്നു പോകുമെന്ന് മുത്തുനബി അവിടുന്ന് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോ അതാണ് സഹോദരാ, ആ മനുഷ്യന് മദീന എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും, മുത്തുനബി എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും, ആ റൗളയുടെ മുന്നിൽ കിടന്നു മരിക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടാകും. ചരിത്രം പറയുന്ന അവസാനം ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മുത്തുനബി മദീനയിൽ കൊണ്ടുവന്നു. റൗള ശരീഫിന്റെ മുറ്റത്ത് വന്നു. മുത്തുനബി
നബിയോട് സലാം പറഞ്ഞു. അവസാനം ആ റൗളയുടെ മുറ്റത്ത് കിടന്നു മരണപ്പെട്ടു. ജന്നത്തുൽ ബഖീലെ കബറടക്കി എന്ന ചരിത്രം പറയുമ്പോ